കേരളത്തിൽ 2 പ്രാവശ്യം പ്രളയം വന്നപ്പോൾ പ്രശംസ അർഹിക്കുന്ന രീതിയിൽ നന്നായി പോരാടിയതാണ്. പ്രളയത്തോടനുബന്ധിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ പകർച്ചവ്യാധികളുണ്ടായി. ഭയാനകമായ നിപ്പ രോഗം വന്നപ്പോൾ നമ്മൾ ആരോഗ്യ വകുപ്പിന്റെ മികവ് നന്നായി തന്നെ പിടിച്ചു നിർത്തിയതാണ്. ഇപ്പോൾ നോക്കാൻ പോകുന്നത് കീപ്പിംഗ് ഡിസീസസ് അവേ എന്ന വിഷയമാണ്. കീടാണുക്കൾ തക്ക സാഹചര്യം കിട്ടിയാൽ മൾട്ടിപ്ലൈ ചെയ്ത് പടരും. കൂടുതൽ കീടാണുക്കൾ മൈക്രോബ്സ് ആണ്. പക്ഷെ ചിലത് നമുക്ക് ദോഷകരവുമാണ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസസ് ഇതിനെ നമുക്ക് ഡയറക്റ്റും ഇൻഡയറക്റ്റുമായും തിരിക്കാം. ഡയറക്റ്റ് അഥവാ നേരിട്ട് ഉള്ള സ്പർശനം മൂലമോ ഡ്രോപ്ലെറ്റ്സ് വഴിയോ നടക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ നേരത്ത് സ്പൂണും കൈയും ഉപയോഗിക്കാം. നന്നായി വേവിക്കാത്ത നോൺ വെജ് കഴിക്കാൻ നേരത്തോ മോശം വെള്ളം കുടിക്കുമ്പോൾ തുമ്മൽ ശ്വാസകോശത്തെ വഴി കൂടി കടന്ന് കീടാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇപ്പോൾ മുറിവുകൾ സംഭവിച്ചാലും ഇഞ്ചക്ഷൻ വഴിയോ കീടാണുക്കൾ ശരീരത്തിൽ കയറാം. ഇൻഡയറക്റ്റ് അഥവാ നേരിട്ടല്ലാതെയോ ശരീരത്തിൽ കീടാണുക്കൾ കയറാം. ഫോർ എക്സാമ്പിൾ, വായു, വാഹനങ്ങൾ, മൃഗങ്ങൾ, പ്രാണികൾ, സെക്ഷൽ ഇന്റർകോഴ്സ് എക്സെട്ര. ഇനി നമുക്ക് പ്രധാനപ്പെട്ട പകർച്ചവ്യാധികളെ കുറിച്ച് നോക്കാം. ഇതിന് റാറ്റ് ഫീവർ എന്നും ലെപ്റ്റോസ്പൈറോസിസ് എന്നും പറയാറുണ്ട്. പ്രളയം വന്നത് ആണ് ഇതിന് കൂടുതൽ കാണുന്നത്. 2018-ലും 2019-ലെ പ്രളയത്തിന് ശേഷം കുറെ എലിപ്പനിയുടെ കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ശ്വാസകോശത്തെ ബാധിക്കാറുണ്ട്. ബാക്ടീരിയ ഒരു പ്രോകാരിയോട്ടിക് ഓർഗാനിസമാണ്. അത് നമ്മുടെ ശരീരത്തിൽ ബൈനറി ഫിഷൻ വഴി മൾട്ടിപ്ലൈ ചെയ്യും. ഇത് ഉണ്ടാക്കുന്ന ടോക്സിൻസ് നമ്മളുടെ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്ത് അസുഖമുണ്ടാക്കും. ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയയാണ് എലിപ്പനി ഉണ്ടാക്കുന്നത്. എലി, പട്ടി, പിന്നെ വേറെ മൃഗങ്ങളുടെ മൂത്രത്തിൽ കൂടി ഈ ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും പിന്നെ ഈർപ്പത്തിലും ജീവനോടിരിക്കും. ഈ ബാക്ടീരിയ മുറിവുകളിൽ കൂടി കടന്ന് സെൽസിനെ നശിപ്പിച്ച് പുതിയ ടോക്സിൻസ് ഉണ്ടാക്കി ബ്ലഡ് കാപ്പിലറീസിന് ഡാമേജ് വരുത്തി ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാക്കുന്നു. നല്ല പനി, തലവേദന, ശരീരവേദന, കണ്ണിൽ ചുവപ്പ് ഒക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ. നേരത്തെ അസുഖം കണ്ട് പിടിച്ചാൽ എലിപ്പനി പൂർണ്ണമായും ചികിത്സിക്കാൻ പറ്റും. എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അസുഖം വരാതെ ഇരിക്കാൻ ഉള്ള മുൻകരുതൽ തന്നെയാണ് അസുഖം വന്നതിന് ശേഷം ചികിത്സിക്കുന്നത് നല്ലത്. ഡിഫ്തീരിയയെ കുറിച്ച് നോക്കാം. കഫം, തുമ്മൽ അല്ലെ നേരിട്ടോ ഒരു അസുഖം ഉള്ള ആണിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരും. ഇത് ബാധിക്കുന്നത് മൂക്കും പിന്നെ മ്യൂക്കസ് മെംബ്രെയിനെയും ആണ്. ഈ അസുഖം ഉണ്ടാകുന്ന ബാക്ടീരിയയുടെ പേര് കൊറിനിബാക്ടീരിയം ഡിഫ്തീരിയ ആണ്. ഈ ബാക്ടീരിയ ത്രോട്ടിന്റെ ലിംഫ് ഗ്ലാൻഡ്സിൽ ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്ത് പനി, തൊണ്ട വേദന പിന്നെ വീക്കവും ഉണ്ടാക്കുന്നു. 2-3 ദിവസം കഴിയുമ്പോൾ മ്യൂക്കസ് മെംബ്രെയിന്റെ സെൽസിന്റെ ബാക്ടീരിയയുടെ ടോക്സിൻസ് വഴി നശിക്കുകയും ഒരു ആഷ് നിറം ഉള്ള കോട്ടിംഗ് വായിന്റെ ഉള്ളിൽ ഫോം ചെയ്യുകയും ചെയ്യും. തലച്ചോറും ഹൃദയം പിന്നെ കിഡ്നി ഒക്കെ കുറച്ച് ബാധിക്കപ്പെടും. പക്ഷെ ഇൻഫെക്റ്റ് ചെയ്യപ്പെടാത്ത സെല്ലുകൾ ആന്റിടോക്സിൻസ് ഉണ്ടാക്കി ടോക്സിന് എതിരെ പ്രവർത്തിക്കും. അവസ്ഥ ഗുരുതരമാണെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കുത്തിവയ്പ് തന്നെയാണ് ഇതിനുള്ള ഏറ്റവും നല്ല പ്രതിരോധം. ഇനി ട്യൂബർക്ലോസിസിനെ കുറിച്ച് നോക്കാം. ട്യൂബർക്ലോസിസ് നേരത്തെ ഒരു പേടിപ്പിക്കുന്ന അസുഖമായിരുന്നു. ഈ അസുഖം ഉണ്ടാക്കുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ആണ്. ശരീരഭാരം കുറയ്ക്കുന്നത്, ക്ഷീണം പിന്നെ നിർത്താച്ചുമ ഒക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. അസുഖം പകരുന്നത് ഒരാളുടെ സംസാരത്തിൽ കൂടിയോ കഫം, തുമ്മൽ വഴിയോ അല്ലെങ്കിൽ വായു വഴി വേറെ ഒരു ആളുടെ ശരീരത്തേക്കോ ആവും.
ഇത് ബാധിക്കുന്നത് കിഡ്നി, എല്ലുകൾ, ജോയിന്റ്, തലച്ചോർ എന്നിവയാണ്. ആന്റിബയോട്ടിക് വഴി ട്യൂബർക്ലോസിസിന് ചികിത്സയുണ്ട്. BCG വാക്സിനാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇനി വൈറൽ ഡിസീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നിപ്പ വൈറസ് കുറിച്ച് പറയാം. നമുക്ക് വളരെ പരിചിതമാണ് ഈ വൈറസ്. നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ നന്നായി തന്നെ പ്രതിരോധിച്ചതാണ്. നിപ്പ ഉള്ള വവ്വാലുകൾ ഈന്തപ്പനയിൽ വന്ന് ഫീഡ് ചെയ്യുന്നു. അത് മനുഷ്യർ തിന്നുന്നു. പിന്നെ ആ വൈറസ് മനുഷ്യരിലേക്ക് പകരുന്നു. ആ ഈന്തപ്പനയിൽ ഉണ്ടാവുന്ന വവ്വാലുകൾ വേറെ പഴങ്ങൾ കഴിക്കുന്നു. ആ പഴങ്ങൾ താഴെ ചാടി പന്നികൾ അതിനെ ഭക്ഷിക്കുന്നു. പന്നിയെ മനുഷ്യൻ കഴിക്കുന്നു, അല്ലെ ആ പന്നികളെ വേറെ സ്ഥലത്തേക്ക് കയറ്റുമതി ചെയ്യുന്നു. ഈ പോർക്ക് കഴിച്ചാൽ അസുഖം ഉണ്ടാവുന്നു. വേറെ ആളുകൾ തമ്മിൽ സമ്പർക്കം പുലർത്തുമ്പോൾ പടരുന്നു. അടുത്തത് എയ്ഡ്സിനെ കുറിച്ച് പറയും. എയ്ഡ്സ്, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, ഒരു കാലത്ത് ലോകത്തെ പേടിപ്പിച്ച് നിർത്തിയ അസുഖമാണ്. നമ്മളുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി നിലനിർത്തുന്ന ലിംഫോസൈറ്റ്സിന് വളരെ റോളുണ്ട്. HIV ശരീരത്തിൽ കയറി ലിംഫോസൈറ്റ് ജനറ്റിക് സിസ്റ്റം വഴി ഡെവലപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് ലിംഫോസൈറ്റുകളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞ് ശരീരത്തിന്റെ പ്രതിരോധ ശക്തി കുറയ്ക്കും. വേറെ അസുഖങ്ങൾ ഈ സമയത്ത് വന്നാൽ എയ്ഡ്സിന്റെ തീവ്രത വീണ്ടും കൂട്ടുന്നു. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് എയ്ഡ്സ് ആണ് സെക്ഷൽ കോണ്ടാക്ട്, നീഡിൽസ് ഷെയർ ചെയ്യുന്നത്, അമ്മയിൽ നിന്നും കുട്ടിയിലേക്ക് പ്രഗ്നൻസി, ബർത്ത് ഓർ ബ്രസ്റ്റ് ഫീഡിംഗ് വഴിയോ ആവും. HIV ഒരിക്കലും വായു, വെള്ളം, തുപ്പൽ, വിയർപ്പ്, കണ്ണുനീർ, ചുംബനം, പ്രാണി, വളർത്തുമൃഗം, ടോയ്ലറ്റ് ഷെയർ ചെയ്യുന്നത്, ഭക്ഷണം ഓർ ഡ്രിങ്ക്സ് വഴി പകരില്ല. ഇനി ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് പറയാം. ഹെപ്പറ്റൈറ്റിസ് കരളിനെ ബാധിക്കുന്ന അസുഖമാണ്. വൈറസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്നത്. കരളിൽ ഉണ്ടാവുന്ന വീക്കം ഇതിന്റെ ലക്ഷണമാണ്. ബൈൽ ലിവറിൽ നിന്നും വരുന്നതിന് ഫ്ലോ നിലച്ചാൽ രക്തത്തിൽ ബൈൽ പിഗ്മെന്റ്, ബിലിറൂബിന്റെ അളവ് കൂടും. ഇത് കാരണം മ്യൂക്കസ് മെംബ്രെയിൻ, കണ്ണിന്റെ വെളുത്ത ഭാഗവും നഖം കറുത്ത മഞ്ഞ നിറം ആകും. അസുഖം പടരുന്നത് ഭക്ഷണം, വെള്ളം, രക്തവും മൂത്രം മൂലം വിസർജനം വഴി ആവാം. ഹെപ്പറ്റൈറ്റിസ് പടരുന്നത് HIV പടരുന്ന പോലെ ആണ്. നമ്മളുടെ നാട്ടിൽ സാധാരണയായി കാണപ്പെടുന്ന ഡെങ്കു, ചിക്കുൻഗുനിയ വൈറൽ അസുഖം ആണ്. ഈ അസുഖം പടരുന്നത് കൊതുക് വഴിയാണ്. ഇനി ഫംഗൽ ഡിസീസസ് കുറിച്ച് നോക്കാം. ഫംഗൈ പല രീതിയിൽ ഉണ്ട്. കുറെ ഫംഗസുകൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ടോക്സിക് അസുഖങ്ങൾ ഉണ്ടാക്കുന്നു. റിംഗ്വർമിനെ ത്വക്കിനെ ബാധിക്കുന്ന അസുഖമാണ്. ഈ അസുഖം ത്വക്കിൽ ചുവന്ന ചെറിയ പൊള്ളലുണ്ടാക്കുന്നു. ഈ അസുഖം സ്പർശനം മൂലം ആണ് ഉണ്ടാകുന്നത്. അത്ലീറ്റ്സ് ഫുട്ട് എന്ന ഫംഗൽ ഇൻഫെക്ഷൻ കാൽപാദത്തിന് വിരലുകളുടെ ഇടയ്ക്ക് അടുത്ത് ഒക്കെ ആയിട്ട് കാണും. ചൊറിച്ചിലുണ്ടാകുന്ന ചുവന്ന പുറംതൊലി വരുന്നതാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. മോശം വെള്ളത്തിലും ചെളിയിലും സ്പർശിക്കുമ്പോൾ കീടാണുക്കൾ കാൽപാദം വഴി കയറും. ഇനി പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന അസുഖങ്ങളെ കുറിച്ച് നോക്കാം. പ്രോട്ടോസോവ ഒരു സെൽ മാത്രമുള്ള യൂക്കാരിയോട്ടാണ്. മലേറിയ പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. കൊതുക് കടിക്കുമ്പോൾ പ്രോട്ടോസോവ ശരീരത്തിൽ കയറും. നേരെ പോയി അത് ലിവറിൽ കയറും. അത് RBCസിനെ ഇൻഫെക്റ്റ് ചെയ്യും, വളരും. പിന്നെ ഏതെങ്കിലും കൊതുക് വന്ന് കടിക്കുമ്പോൾ ഇൻഫെക്റ്റഡ് RBCs അതിന്റെ ശരീരത്തിൽ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യും. നല്ല പനി, ഷിവറിംഗ്, നന്നായി വിയർപ്പ് പോകുന്നത് ഇതിന്റെ ലക്ഷണങ്ങളാണ്. ഇത് കൂടാതെ ഫറ്റീഗ്,
ശരീരത്തിൽ അനീമിയ, ഡയറിയ എക്സെട്ര ഒക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. ഇനി നോക്കാം എങ്ങനെ അസുഖം ഉണ്ടാകുന്നുവെന്ന്. ഫിലാരിയൽ വേംസ് ക്യൂലക്സ് കൊതുകിന്റെ സഹായത്തോടെ ഫിലാരിയാസിസ് ഉണ്ടാക്കുന്നു. ഇതിന്റെ അണുക്കൾ മനുഷ്യന്റെ ലിംഫ് ഡക്റ്റിൽ കൂടി ചേർന്ന് ലിംഫ് ഫ്ലോ തടസ്സപ്പെടുത്തുന്നു. അതുകൊണ്ട് ലിംഫ് ഡക്റ്റ് വീർക്കും. മലിനമായ പരിസ്ഥിതിയാണ് രോഗകാരി പടരാൻ സഹായകരമാകുന്നത്. കൊതുക്, ഈച്ച ഒക്കെ പരിസരങ്ങളിൽ എണ്ണം കൂടുന്നത് പകർച്ചവ്യാധി ഉണ്ടാക്കുവാൻ സഹായിക്കുന്നു. ശുചിത്വം തന്നെയാണ് പകർച്ചവ്യാധി തടയാൻ ഏറ്റവും നല്ല മാർഗം. ഇത് നമ്മുടെ കടമയാണ്. ഇനി നമുക്ക് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ കുറിച്ച് നോക്കാം. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ക്യാൻസർ, ഹൃദ്രോഗം, ശ്വാസകോശ രോഗം, ഡയബറ്റീസും ജനറ്റിക്കും ആണ്. ജനിതക അസുഖങ്ങൾ ഉണ്ടാക്കുവാൻ കാരണം സെല്ലുലർ ആക്ടിവിറ്റിയെ കൺട്രോൾ ചെയ്യുന്ന ജീൻസിന്റെ പോരായ്മകളാണ്. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ ഒക്കെ ഇതിൽ പെട്ടതാണ്. ഇനി ഹീമോഫീലിയയെ കുറിച്ച് പറയാം. ശരീരത്തിൽ ബ്ലഡ് ക്ലോട്ട്, ബ്ലഡ് പ്ലാസ്മയിൽ ഉണ്ടാവുന്നത് പല പ്രോട്ടീൻസിന്റെ സഹായത്തോടെയാണ്. ഒരു ചെറിയ മുറിവ് സംഭവിച്ചാലും അനാവശ്യമായി രക്തം പോകുന്നതിനെ ആണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഒരു ജനിതക അസുഖം ആയതുകൊണ്ട് തന്നെ മൊത്തം ആയി മാറ്റുക ബുദ്ധിമുട്ടുള്ള കാര്യം ആണ്. ക്ഷാമമുള്ള പ്രോട്ടീൻ കണ്ടെത്തി ഇഞ്ചക്ട് ചെയ്താൽ ഈ അസുഖത്തിന് കുറച്ച് നാളത്തേക്ക് ശമനമുണ്ടാവും. ഹീമോഫീലിയ അസുഖം ഉള്ളവരെ സഹായിക്കുവാൻ പല സാമൂഹിക പ്രസ്ഥാനങ്ങൾ ഉണ്ട്. ഇനി സിക്കിൾ സെൽ അനീമിയയെ കുറിച്ച് നോക്കാം. ജനിതക പ്രശ്നങ്ങൾ കാരണം അമിനോ ആസിഡ് സീക്വൻസിംഗിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത് ഹീമോഗ്ലോബിൻ ബിൽഡിംഗ് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് പ്രശ്നം ഉണ്ടാക്കുന്നു. അത് കൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ കോമ്പോസിഷനിൽ ചേഞ്ചസ് ഉണ്ടായി ഓക്സിജൻ പിടിച്ചു നിർത്താൻ ഉള്ള കഴിവ് ഇല്ലാതെ പോകുന്നു. RBCs ബ്ലഡ് വെസൽസിൽ അടിഞ്ഞു കൂടി ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ചെയ്യുന്നു. ഇനി ക്യാൻസർ അസുഖത്തിനെ കുറിച്ച് നോക്കാം. ക്യാൻസർ എന്ന് പറയുന്നത് അൺകൺട്രോളബിൾ സെൽ ഡിവിഷൻ ആണ്. പിന്നെ അത് വേറെ ടിഷ്യൂസിലേക്ക് പടരും. സാധാരണ സെൽ ഡിവിഷൻ മെക്കാനിസത്തിന്റെ കൺട്രോൾ ഫെയിൽ ആകുമ്പോൾ സാധാരണ സെൽ ക്യാൻസർ സെല്ലായി മാറും. ഇതിന്റെ കാരണങ്ങൾ കാലാവസ്ഥ, സ്മോക്കിംഗ്, പൊല്യൂഷൻ, വൈറസ്, ജനറ്റിക് ഫാക്ടേഴ്സ് എക്സെട്ര ആണ്. ഈ ക്യാൻസർ സെൽസ് രക്തത്തിൽ കൂടി വേറെ ശരീരഭാഗത്തേക്ക് പോകുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുന്നു. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി എന്നുള്ള കൂടുതൽ ഉപയോഗപ്പെടുന്നു. ക്യാൻസർ സീരിയസ് ആയാൽ റിക്കവറി ബുദ്ധിമുട്ടായതിനാൽ നേരത്തെ അസുഖം കണ്ടുപിടിച്ച് മാറ്റുന്നതാണ് നല്ലത്. ഇനി ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് നോക്കാം. മോശം ജീവിതശൈലിയും രീതിയും തന്നെ ആണ് ജീവിതശൈലി രോഗങ്ങൾക്ക് വഴി തെളിക്കുന്നത്. മോശം ഭക്ഷണ രീതി, മെന്റൽ സ്ട്രെസ്, വ്യായാമില്ലായ്മ, ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് ഇൻടേക്ക്, സ്മോക്കിംഗ് എല്ലാം ജീവിതശൈലി രോഗങ്ങൾക്ക് വഴിതെളിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഡയബറ്റീസ് അസുഖം ഉണ്ടാവുന്നത് ഇൻസുലിന്റെ കുറവ് മൂലം ആണ്. ഫാറ്റി ലിവർ ഉണ്ടാവുന്നത് ലിവറിൽ ഫാറ്റിന്റെ അളവ് കൂടുന്നത് കൊണ്ട് ആണ്. സ്ട്രോക്ക് ഉണ്ടാവുന്നത് ബ്രെയിനിലേക്ക് ഉള്ള ബ്ലഡ് വെസൽസ് റപ്ചർ ആകുമ്പോഴും ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ആകുമ്പോഴുമാണ്. ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുന്നത് ആർട്ടറീസിന്റെ ഡയമീറ്റർ കുറയുമ്പോൾ ആണ്. ഫാറ്റിന്റെ ഡിപ്പോസിഷൻ കൂടുന്ന അനുസരിച്ച് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നു. കൊഴുപ്പ് കോർണറിയിൽ കൂടുന്ന അനുസരിച്ച് ഹൃദയത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുമ്പോൾ ആണ്. ഇനി സ്മോക്കിങ്ങിന്റെ പ്രശ്നങ്ങൾ പറയാം. സ്മോക്കിംഗ് കാരണം ശരീരത്തിലുള്ള പല സ്ഥലത്തും ഡാമേജ് ഉണ്ടാക്കുന്നു. തല, കഴുത്ത്, ലങ്സ്,
ലുക്കീമിയ, വയർ, കിഡ്നി, പാൻക്രിയാസ്, കോളൻ, ബ്ലാഡർ, പിന്നെ സെർവിക്സിൽ ഒക്കെ ക്യാൻസറിന് കാരണമാണ്. ക്യാൻസർ അല്ലാതെ സ്ട്രോക്ക്, ബ്ലൈൻഡ്നെസ്, ഗം ഇൻഫെക്ഷൻ, aortic rupture, ഹാർട്ട് ഡിസീസ്, ന്യൂമോണിയ, ആർട്ടറി കട്ടിപിടിക്കൽ, ലങ് ഡിസീസ്, ആസ്തമ, റിഡ്യൂസ്ഡ് ഫെർട്ടിലിറ്റി, പിന്നെ ഹിപ്പ് ഫ്രാക്ചറിന് കാരണം ആകുന്നു. അവസാനം ആയി മൃഗങ്ങളെയും ചെടികളെയും ബാധിക്കുന്ന അസുഖങ്ങളെ കുറിച്ച് നോക്കാം. മൃഗങ്ങളെ ബാധിക്കുന്ന അസുഖം ബാക്ടീരിയ മൂലമുണ്ടാവുന്ന ആന്ത്രാക്സ്, അഡർ ഇൻഫ്ലമേഷൻ ഒക്കെ ആണ്. പിന്നെ വൈറസ് മൂലം ഉണ്ടാവുന്ന ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ് ആണ്. സസ്യങ്ങൾക്ക് അസുഖം ബാക്ടീരിയ, വൈറസ്, ഫംഗസ് വഴി ഉണ്ടാകും. ബാക്ടീരിയ മൂലം ഉണ്ടാവുന്നത് ബ്ലൈൻഡ് ഡിസീസ് ഇൻ പാഡി, ബ്രിഞ്ചൽ, വിൽറ്റ് ഡിസീസ്. വൈറസ് മൂലമുണ്ടാവുന്നത് പീ ആൻഡ് ടപ്പിയോക്കയുടെ മൊസൈക് ഡിസീസ്, ബഞ്ചി ടോപ്പ് ഓഫ് ബനാന. ഫംഗസ് മൂലം ഉണ്ടാവുന്നത് ക്യുക്ക് വിൽറ്റ് ഇൻ പെപ്പർ, ബഡ് റോട്ട് ഓഫ് കോക്കനട്ട്. ഒരാളുടെ ആരോഗ്യം എന്ന് പറയുന്നത് അയാളുടെ ശാരീരികം, മാനസികം, പിന്നെ സാമൂഹ്യ ചുറ്റുപാട് നന്നാവുമ്പോഴാണ്. ആരോഗ്യം ഉള്ള മനുഷ്യൻ ആണ് ഒരു സമൂഹത്തിന്റെ സ്വത്ത് എന്ന് പറയുന്നത്. അസുഖം വന്നവരോട് ഉള്ള സമീപനവും നല്ല ശീലങ്ങളും അസുഖങ്ങൾ അകറ്റാൻ സഹായിക്കുന്നു. അസുഖം വന്നവരെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടതാണ് നമ്മുടെ ഉത്തരവാദിത്വം ആണ്.